നമസ്കാരം. പ്രൈം ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വീണ്ടും ഒരു രാഷ്ട്രീയ പോർമുഖമായി മാറ്റിക്കൊണ്ട് പുതിയൊരു വിവാദം പുകയുകയാണ്. ഇത്തവണ വിഷയം സർവകലാശാലകളിലെ അക്കാദമിക് കാര്യങ്ങളല്ല, മറിച്ച് സർവകലാശാല തലപ്പത്തിരിക്കുന്നവരുടെ വ്യക്തിപരമായ പങ്കാളിത്തമാണ്. തിരുവനന്തപുരത്ത് സന്ദർശനത്തിനെത്തിയ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത സാംസ്കാരിക ചടങ്ങിൽ സംസ്ഥാനത്തെ 3 പ്രമുഖ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതാണ് നിലവിലത്തെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഭരണപക്ഷമായ LDFും പ്രതിപക്ഷമായ UDFും ഒരേ സ്വരത്തിൽ VCമാരുടെ ഈ നടപടിക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. ഉന്നത അക്കാദമിക് പദവിയിലിരിക്കുന്നവർ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണെന്നാണ് രാഷ്ട്രീയ മുന്നണികളുടെ ആരോപണം. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അക്കാദമിക് സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എവിടെ വരെയാകാം? ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക വാർത്താ റിപ്പോർട്ട് നമുക്ക് കാണാം. മോഹൻ ഭാഗവതിന്റെ തിരുവനന്തപുരം സന്ദർശനവും തുടർന്നുണ്ടായ കൂടിക്കാഴ്ചകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഔദ്യോഗിക പദവികൾ അലങ്കരിക്കുന്ന വൈസ് ചാൻസലർമാർ ഇത്തരം ചടങ്ങുകളിൽ അതിഥികളായി എത്തുന്നത് സർവകലാശാലകളുടെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രധാന വാദം. വൈസ് ചാൻസലർമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെടുമ്പോൾ ഇത് വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന് ഭരണപക്ഷവും ആരോപിക്കുന്നു. എന്നാൽ ചരിത്രവും മുൻകാല സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ ഇത്തരം ഒത്തുചേരലുകൾ ഇതാദ്യമായല്ല എന്ന് വ്യക്തമാകും. കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈയിൽ കൊച്ചിയിൽ നടന്ന ജ്ഞാനസഭ എന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിലും സമാനമായ പങ്കാളിത്തം ദൃശ്യമായിരുന്നു. RSSന്റെ വിദ്യാഭ്യാസ വിഭാഗമായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സംഘടിപ്പിച്ച ആ ചടങ്ങിൽ അന്നത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പുറമെ കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലെയും കുഫോസിലെയും വൈസ് ചാൻസലർമാർ സജീവമായി പങ്കെടുത്തിരുന്നു. വികസിത ഭാരതത്തിനായുള്ള വിദ്യാഭ്യാസം എന്ന വിഷയത്തിലൂന്നിയുള്ള ഒരു തുറന്ന സംവാദമായിരുന്നു അന്ന് നടന്നത്. ദേശീയ തലത്തിൽ ഇത്തരം സംവാദങ്ങളും ഒത്തുചേരലുകളും വർഷങ്ങളായി നടന്നുപോരുന്ന ഒന്നാണ്. മുൻ വർഷങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അക്കാദമിക് കൗൺസിലുകളിലും സെമിനാറുകളിലും 500-ലധികം മുൻ പിൻ വൈസ് ചാൻസലർമാരും പ്രൊഫസർമാരും പങ്കെടുത്തിട്ടുള്ളതായി രേഖകൾ വ്യക്തമാക്കുന്നു. കേരളത്തിന് പുറമെയുള്ള പ്രമുഖ കേന്ദ്ര സർവകലാശാലകളിലെ VCമാരും ഇത്തരത്തിൽ മോഹൻ ഭാഗവതുമായി സംവാദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ ശാന്തിശ്രീ പണ്ഡിറ്റ് പൂനെയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ RSS മേധാവിയോടൊപ്പം വേദി പങ്കിട്ടത് ഇതിനൊരു ഉദാഹരണമാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അക്കാദമിക് വിദഗ്ധരും ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ പതിവായി സംബന്ധിക്കാറുണ്ട്. ഈ ചടങ്ങുകളിലൊന്നും തന്നെ ഭരണഘടനാ വിരുദ്ധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലോ ഉള്ള ആശയപ്രചരണങ്ങൾ നടന്നതായി ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വിവാദത്തിന്റെ നിയമപരവും ഭരണഘടനാപരവുമായ വശങ്ങളിലേക്ക് കടക്കുമ്പോൾ ചില പ്രധാന വസ്തുതകൾ വേർതിരിച്ചു കാണേണ്ടതുണ്ട്. ഒന്നാമതായി, വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് സർവകലാശാലയുടെ ഔദ്യോഗിക ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ചടങ്ങിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വേദികളിലോ അല്ല. തങ്ങളുടെ ഔദ്യോഗിക ഡ്യൂട്ടി സമയത്തിന് പുറത്ത് നടന്ന ഒരു സ്വകാര്യ സാംസ്കാരിക പരിപാടിയിലാണ് അവർ അതിഥികളായെത്തിയത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഏത് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണം, ആരുടെ ആശയങ്ങൾ കേൾക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. RSS എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് സാംസ്കാരിക ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. അതിന്റെ രാഷ്ട്രീയ രൂപമാണ് BJP. നിയമപരമായി ഇത്തരം ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കോ VCമാർക്കോ യാതൊരുവിധ വിലക്കുകളുമില്ല. മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ സാംസ്കാരിക വേദികളിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുമ്പോൾ ഉയരാത്ത വിവേചനം ഇവിടെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണെന്ന വാദവും ശക്തമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് സ്വാതന്ത്ര്യം എത്രത്തോളം അനിവാര്യമാണെന്ന ചർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മുൻപ് കണ്ണൂർ സർവകലാശാലയിൽ വിനായക് ദാമോദർ സവർക്കറുടെ പുസ്തകങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പ്രമുഖ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP ഉയർത്തിയ ഒരു നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ്. ഒരു പ്രത്യയശാസ്ത്രത്തെ എതിർക്കണമെങ്കിൽ പോലും അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് സമഗ്രമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ആശയങ്ങളെ തൊട്ടുകൂടായ്മയോടെ കാണുന്നത് ഭൗതിക ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു VC ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം സർവകലാശാലകളിൽ ആ പ്രത്യയ
പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് കരുതുന്നത് ബാലിശമാണ്. ഇടതുപക്ഷ ചിന്താഗതിയോ കോൺഗ്രസ് ആശയങ്ങളോ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകാത്ത നിറം മാറ്റം അല്ലെങ്കിൽ അപകടം എന്നൊരു പ്രത്യയശാസ്ത്രത്തിന്റെ വേദി കാണുമ്പോൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൽ എല്ലാത്തരം ചിന്താധാരകളെയും കേൾക്കാനും വിലയിരുത്താനുമുള്ള സ്വാതന്ത്ര്യം അക്കാദമിക് രംഗത്തുള്ളവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെയും പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടും പ്രവർത്തിക്കുന്നവയാണ്. അവിടെ ഉണ്ടാക്കേണ്ടത് ആശയങ്ങളുടെ ഏകശിലാരൂപമല്ല, മറിച്ച് ബൗദ്ധികമായ വൈവിധ്യമാണ്. രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ താൽപര്യങ്ങൾ അനുസരിച്ച് മാത്രം അക്കാദമിക് വിദഗ്ധർ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുന്നത് ജനാധിപത്യപരമായ പ്രവണതയല്ല. തങ്ങൾക്ക് വിയോജിപ്പുള്ള ആശയങ്ങളെ പൂർണ്ണമായി നിരോധിക്കണമെന്നും തങ്ങൾക്കിഷ്ടമുള്ളവ മാത്രം പ്രോത്സാഹിക്കപ്പെടണമെന്നുള്ള രാഷ്ട്രീയ ചിന്താഗതികളിൽ നിന്നും നമ്മുടെ പൊതുസമൂഹം മാറേണ്ടതുണ്ട്. വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികൾ വ്യത്യസ്തമായ ആശയങ്ങൾ ശ്രവിക്കാനും അവയെ വിമർശനാത്മകമായി വിലയിരുത്താനുമുള്ള ഭൗതിക സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉയരുകയുള്ളൂ. ഈ വാർത്താ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.